പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, ഈ കോൺഫറൻസിന്റെ തീമായി എടുക്കുവാൻ ദൈവകൃപാലുവായ ദൈവം ഈ കോൺഫറൻസിന്റെ ഭാരവാഹികളുടെ ഹൃദയത്തിൽ തോന്നിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഞാൻ ആദ്യമായി അനുമോദിക്കുന്നു. ഈ മീറ്റിംഗ് പ്രസൈഡ് ചെയ്യുന്ന റവറൻഡ് ജോർജ് മാത്യു, പ്രശസ്തരായ പാനലിസ്റ്റുകളായ കോശി വൈദ്യൻ, ഡോക്ടർ കോശി വൈദ്യൻ, റവറൻഡ് സണ്ണി താഴാമ്പള്ളം, റവറൻഡ് ജോർജ് വർഗീസ് UAE എന്നിവരിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ നാനാവിധമായ വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുവാനായി കഴിയും. മാത്രമല്ല, സുവിശേഷ വയൽ പ്രദേശത്ത് വളരെയധികം ശോഭിച്ച് ഇന്ന് നിത്യതയിൽ പ്രവേശിച്ച് ഇരിക്കുന്ന തോമസ് മാത്യുവിന്റെ, റവറൻഡ് ഡോക്ടർ തോമസ് മാത്യുവിന്റെ പ്രിയ ഭാര്യ മേരി മാത്യൂസും ഇവിടെ ഉണ്ട്. തന്റെ സാക്ഷ്യവും നമുക്ക് കേൾക്കുവാൻ കഴിയും. ആദ്യമായിട്ട് നാം ഈ തീമിനെ കുറിച്ച് ചിന്തിക്കുന്നതായ അവസരത്തില് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ അരിമ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഒരു കൽപ്പനയെ അറിയിക്കുകയാണ്: നിങ്ങൾ ഭൂലോക സീമകളോളം പോയി എന്റെ സാക്ഷികളാകുക. വിദ്യാവിഹീനരായ മുഖവന്മാരായ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു ഒരു അന്ത്യനിയോഗം, ഒരു മഹാനിയോഗം നൽകുകയാണ്. അവൻ പറയുകയാണ്: നിങ്ങൾ എന്റെ സാക്ഷികളാകുക. സഞ്ചരിക്കുവാൻ ഒരു കഴുത പോലുമില്ലാതെ, വഴിയാത്രയിൽ ചിലവഴിക്കുവാൻ ഒരു കാശുപോലും കൊടുക്കാതെ യേശുക്രിസ്തു അവരോട് പറയുകയാണ്: നിങ്ങൾ യഹൂദ്യയിലും യെരുശലേമിലും മാത്രമല്ല, ഭൂലോക സീമകളോളം, ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുക. നമ്മുടെ കുറിവാക്യം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 1:8 വാക്യമാണ്. ആ വാക്യത്തിന്റെ അവസാനത്താണ് യേശു പറയുന്നത്: നിങ്ങൾ എന്റെ സാക്ഷികളാകും. എന്നാൽ ഇതിന്റെ ആരംഭത്തിൽ നമുക്ക് അതിന്റെ ശക്തി ശ്രേതസ്സിനെ കുറിച്ച് കാണുവാൻ കഴിയും. ഭൗതികമായ നന്മകളല്ല, പണത്തിന്റെ സമ്പത്തല്ല, വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല. യേശു പറഞ്ഞു: നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതിന് ശേഷം നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. അരുമനാഥനായ യേശുവിനറിയാം, ഈ ലോകത്തിന്റെ ഭൗതിക സമ്പത്തുകളല്ല സുവിശേഷീകരണത്തിന്റെ ശക്തിസ്രോതസ്. എന്നാൽ പ്രസ്തുത പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ മാത്രമാണ് അവർക്ക് എന്റെ സാക്ഷികളാകുവാൻ കഴിയുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി നമ്മുടെ മലങ്കരയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, മലയാള സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ. 1-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ സുവിശേഷ വെളിച്ചം കേരളത്തിലും മലങ്കരയിലും എത്തിയെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മാത്രമാണ് സുവിശേഷത്തിന്റെ ദീപശിഖയുമായി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേരളത്തിന്റെയും വടക്കേ ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളിലേക്കും പോയത്. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഭൗതികമായ ഉന്നതി കൊണ്ടല്ല, വിദ്യാഭ്യാസത്തിന്റെ ഉന്നതി കൊണ്ടല്ല. അവർക്ക് കാത്തിരുന്ന് ശക്തി ലഭിച്ചു. ലോകം കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയ ഉണർവ് റാന്തൽ വെളിച്ചങ്ങളുടെ ആ ഇരുണ്ട പ്രകാശത്തില് മലങ്കരയുടെ കുഗ്രാമങ്ങളില് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ഉണർവ് യോഗങ്ങൾ ഉണ്ടായി. ആ അഗ്നി സമാനങ്ങളായി ദൈവത്തിന്റെ ജനങ്ങൾ ജ്വലിച്ച് പ്രകാശിക്കുവാൻ തുടങ്ങി. അവർ ഈ സുവിശേഷവുമായിട്ട് വടക്കേ ഇന്ത്യയിലും അതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി. ഉത്തരേന്ത്യയിലെ മഹാന്മാരായ മിഷണറി വീരന്മാരെ നിങ്ങൾ നോക്കൂ. ഇവിടെ നമ്മുടെ സദസ്സിലിരിക്കുന്ന മേരി തോമസിന്റെ ഭർത്താവ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആ ഊശ്വരഭൂമിയിലുള്ള ആ രാജസ്ഥാന്റെ മരുഭൂമിയിൽ സുവിശേഷത്തിന്റെ പ്രകാശവുമായി കടന്നിയെന്ന് ഒരു പുരുഷായുസ് മുഴുവനും ജീവിച്ച് അസ്തമിച്ചതായ ആ ഡോക്ടർ തോമസ് മാത്യു, അതുപോലെ ഇറ്റാർസി കുര്യൻ തോമസ്, MK ചാക്കോച്ചൻ, അതുപോലെ ആന്ധ്രയിലെ അപ്പോസ്തലനായ PM സാമുവേൽ എന്നിവർ എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോയി? അവർ ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അവിടെ വിദ്യാഭ്യാസത്തിന്റെ മിടുക്കുണ്ടായിരുന്നില്ല,
പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ആ ദൈവോദസ് അവരിലേക്ക് വന്നതുകൊണ്ട്, അവർ ഈ ഡുനാമിക് പവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അവർ സുവിശേഷത്തിന്റെ ദീപക്ഷയുമായി നെഞ്ചും നെറ്റിയും കാണിച്ച് അനേക രാജ്യങ്ങളിലുള്ള ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായി അവർ ശ്രമിച്ചു. ഹല്ലേലൂയ. എന്താണ് ഈ സാക്ഷി? നമ്മൾ സാക്ഷികളാകുക എന്ന് നാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സാക്ഷി? നമുക്ക് പത്രോസിനോട് ചോദിക്കാം. അല്ലയോ പത്രോസേ, നീ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനാണ്, എന്നാൽ എന്താണ് സാക്ഷി? പത്രോസ് പറയും, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഞാൻ അവനോടുകൂടെ ദേവപർവ്വതത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ അവന്റെ തേജസ് ഏകജാതനായ പുത്രന്റെ തേജസ്സായി കണ്ടു. അവൻ കണ്ടു, അതുകൊണ്ട് അവൻ സാക്ഷി പറയുകയാണ്. മഹിമയുള്ള സാക്ഷികൾ. അനേകരും ഇപ്പോൾ കാണാതെ കേൾക്കാതെ മഹിമ കണ്ട സാക്ഷികളാകുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവർ അമ്പയെ പരാജയപ്പെടുന്നത്. എന്നാൽ പത്രോസിനെ പോലെ നിങ്ങൾ അവന്റെ തേജസ് കണ്ടെങ്കിൽ, ഏകജാതനായ പുത്രന്റെ തേജസ്സായി അവന്റെ തേജസ് കണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവന്റെ സാക്ഷികളാകും. അതിന് സംശയമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ തുറമാനമായി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ശിഷ്യന്മാർ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു. അവർക്ക് പറയുവാനുള്ളത് ഒന്നേ ഉള്ളൂ. നമ്മുടെ ഇടയിൽ പാർത്തതായ നസ്രയനായ യേശുവുണ്ടല്ലോ, അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അവൻ ഇപ്പോൾ ജീവിക്കുന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തിയാണത്. പുനരുത്ഥാനത്തിന്റെ സാക്ഷി. എന്തുകൊണ്ടെന്നാൽ നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ആ പുനരുത്ഥാനം മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവനായിരുന്നു, അവൻ ഇപ്പോൾ ജീവിക്കുന്നു. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിച്ചവർക്ക് സാക്ഷിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. സഹോദരീ സഹോദരന്മാരെ, ആ റോമാ ഗവൺമെന്റിന് ഇമ്പീരിയൽ കുതിരയെ പൊട്ടിച്ച് സ്വർഗങ്ങളോട് ഉയർത്തപ്പെട്ടതായ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ആ ഡുനാമിക് പവർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് ആത്മീകമായ വലിയൊരു പ്രയോജനം ഉണ്ടാകുകയും, ബേണിംഗ് ഡിസയർ ഇൻ യുവർ ഹാർട്ട്, ആ മഹാനിയോഗത്തിന് നിങ്ങൾ സാക്ഷികളാകും. അതിന് യാതൊരു സംശയവുമില്ല. Where you should witness, why you should witness, and what is your witness, and where you should witness. എന്താണ് നിങ്ങളുടെ സാക്ഷി എന്ന് നാം കേട്ടു. ഇനിയും എവിടെയാണ് നമ്മൾ സാക്ഷികളാകേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, ഇതാ കൊയ്ത്ത് വെളുത്തിരിക്കുന്നു, കൊയ്ത്തിനായി വയൽ വെളുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് അവന്റെ എന്റെ ആഹാരം. നമ്മൾ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് യേശുവിന്റെ ആഹാരമെങ്കിൽ വെളുത്തിരിക്കുന്ന വയലുകളെ നിങ്ങൾ തലപൊക്കി നോക്കുകയാണെങ്കിൽ കാണുവാൻ കഴിയും. വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും മാത്രമല്ല, ലോകമെമ്പാടുമുള്ളതായ വയലുകൾ വെളുത്തിരിക്കുകയാണ്. അവിടേക്ക് നമ്മൾ യേശുവിന്റെ ദീപശിഖയുമായി, ഈ വലിയ സാക്ഷ്യവുമായി നമുക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. അവസാനമായി ഒരു പ്രബോധന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുവാനായി ആഗ്രഹിക്കുന്നു. പ്രവാചക പൊങ്കവൻ ആ ദൂരദർശനിയിലൂടെ പഴയകാലത്തെ ഒരു ചരിത്രത്തിലേക്ക് നോക്കിയപ്പോൾ അവന് കേൾക്കുവാൻ കഴിഞ്ഞ ഒരു ഇമ്പ ശബ്ദം ഉണ്ടായിരുന്നു, സ്വർഗത്തിലെ ഒരു ശബ്ദം. ആ ശബ്ദം ഇതാണ്, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും? പിതാവായ ദൈവം വിളിച്ചു ചോദിക്കുകയാണ്, അല്ലയോ സ്വർഗമേ, അല്ലയോ ഭൂമിയെ, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും? അല്പസമയത്തെ മൗനത്തിനു ശേഷം ദൂതന്മാർ മറുപടി പറയാതിരുന്നപ്പോൾ പിതാവിന്റെ മടിയിലിരുന്ന അരുമനാഥനായ യേശു ക്രിസ്തു, സകല ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായിരുന്നവൻ, സ്വർഗാദി സ്വർഗങ്ങൾ കടക്കുവാൻ കഴിയാത്ത വലിയവനായ ദൈവം, ആ യേശു ക്രിസ്തു പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, യേശുവിനെ പോലെ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന്? അവൻ ഭൂമിയിലേക്ക് വന്നു, ഒരു ശിശുവായി പിറന്നു, 33 തിരുവയസ്സ് വരെയും ഈ ലോകത്തിൽ ജീവിച്ചു. അവൻ ഹല്ലേലൂയ ഗത്സമന മുതൽ ഗൊൽഗോഥ വരെ
കഷ്ടപ്പാടുകൾ സഹിച്ചു. അവൻ നമ്മൾക്ക് വേണ്ടി മരിച്ചു. അതാണ് സുവിശേഷം. അതിന് സാക്ഷികളാകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.